ഓം ശാന്തി 25/2/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, എല്ലാവരെയും ഈ സന്തോഷ വാർത്ത കേൾപ്പിക്കൂ. അതായത് ഭാരതം ഇപ്പോൾ വീണ്ടും സ്വർഗമാവുകയാണ്. സ്വർഗസ്ഥനായ പിതാവ് വന്നിരിക്കുന്നു. ചോദ്യം: സ്വർഗത്തിന്റെ അധികാരിയാവുകയാണ് എന്ന സന്തോഷമുള്ള കുട്ടികളുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവരുടെ ഉള്ളിൽ ഒരു പ്രകാരത്തിലുമുള്ള ദുഃഖവും ഉണ്ടാകില്ല. അവർക്ക് ലഹരിയുണ്ടാകും. അതായത് ഞങ്ങൾ വളരെ വലിയ ആളുകളാണ്. പരിധിയില്ലാത്ത ബാബ നമ്മെ ലക്ഷ്മി നാരായണനാക്കി മാറ്റുകയാണ്. അവരുടെ പെരുമാറ്റം വളരെ രാജകീയമായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ ഈ സന്തോഷ വാർത്ത കേൾപ്പിക്കാതിരിക്കാൻ സാധിക്കില്ല. ഓം ശാന്തി. ബാബ മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല കുട്ടികൾക്ക് അറിയാവുന്നതുമാണ്. അതായത് വിശേഷിച്ച് ഭാരതത്തിനും പൊതുവെ മുഴുവൻ ലോകത്തിനും ഈ സന്ദേശം എത്തിക്കണം. നിങ്ങളെല്ലാവരും സന്ദേശവാഹകരാണ്. വളരെ സന്തോഷം നിറഞ്ഞ സന്ദേശം എല്ലാവർക്കും നൽകണം. അതായത് ഭാരതം ഇപ്പോൾ സ്വർഗമാവുകയാണ്. അർത്ഥം സ്വർഗത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. ആരെയാണോ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത്, ആ അച്ഛൻ സ്ഥാപന ചെയ്യാനായി വന്നിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കുള്ള നിർദ്ദേശം ഇതാണ്: ഈ സന്തോഷ വാർത്ത എല്ലാവരെയും കേൾപ്പിക്കൂ. ഓരോരുത്തർക്കും തന്റെ ധർമ്മത്തിനുമേൽ താൽപര്യമുണ്ടാകും. നിങ്ങൾക്കും താൽപര്യമുണ്ട്. നിങ്ങൾ സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നു. ഭാരതത്തിൽ സൂര്യവംശി ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ഉണ്ടാവുകയാണ്. അർത്ഥം ഭാരതം വീണ്ടും സ്വർഗമാവുകയാണ്. ഈ സന്തോഷം ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറുകയാണ്. ആരുടെ ഉള്ളിൽ ഈ സന്തോഷമുണ്ടോ അവർക്ക് ഒരു പ്രകാരത്തിലുമുള്ള ദുഃഖം ഉണ്ടാവുക സാധ്യമല്ല. ഇതും കുട്ടികൾക്കറിയാം. പുതിയ ലോകത്തിന്റെ സ്ഥാപന നടക്കുന്നതിൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അബലകൾക്ക് മേൽ എത്ര അത്യാചാരം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് സദാ ഈ കാര്യം ഓർമ്മ വേണം. ഞങ്ങൾ ഭാരതത്തിന് പരിധിയില്ലാത്ത സന്തോഷ വാർത്ത കേൾപ്പിക്കുകയാണ്. ബാബ നോട്ടീസുകൾ അച്ചടിച്ചിരുന്നു. സഹോദരീ സഹോദരന്മാരെ, വന്ന് ഈ സന്തോഷ വാർത്ത കേൾക്കൂ. എങ്ങനെ എല്ലാവർക്കും ഈ സന്ദേശം എത്തിക്കും എന്നതിൽ മുഴുവൻ ദിവസവും ചിന്തയുണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് നൽകാൻ വന്നിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരുടെ ചിത്രം നോക്കി മുഴുവൻ ദിവസവും ഹർഷിതമായി ഇരിക്കണം. നിങ്ങൾ വളരെ വലിയ ആളുകളാണ്. അതിനാൽ നിങ്ങളിൽ നിന്ന് ഒരിക്കലും തരം താഴ്ന്ന പെരുമാറ്റം ഉണ്ടാവരുത്. നിങ്ങൾക്കറിയാം, നമ്മൾ കുരങ്ങിനേക്കാൾ മോശമായിരുന്നു. ഇപ്പോൾ ബാബ നമ്മളെ ദേവീ ദേവതയാക്കി മാറ്റുകയാണ്. എങ്കിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. പക്ഷേ അത്ഭുതമാണ്, കുട്ടികൾക്ക് ഈ സന്തോഷം ഉണ്ടാകുന്നില്ല. ആ ലഹരിയോടെ എല്ലാവരെയും സന്തോഷ വാർത്ത കേൾപ്പിക്കുന്നുമില്ല. ബാബ നിങ്ങളെ സന്ദേശവാഹകരാക്കി മാറ്റി. എല്ലാവരുടെയും കാതുകളിൽ ഈ സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കൂ. നമ്മുടെ ആദി സനാതന ദേവീദേവതാ ധർമ്മം എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്, പിന്നീട് എവിടെ പോയി എന്നത് ഭാരതവാസികൾക്ക് അറിയില്ല. ഇപ്പോൾ ചിത്രം മാത്രമേയുള്ളൂ. മറ്റെല്ലാ ധർമ്മങ്ങളുമുണ്ട്. ആദി സനാതന ദേവീദേവതാ ധർമ്മം മാത്രമില്ല. ഭാരതത്തിൽ തന്നെയാണ് ചിത്രങ്ങളുള്ളത്. ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ എല്ലാവരെയും ഈ സന്തോഷ വാർത്ത കേൾപ്പിക്കൂ. എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. പ്രദർശിനിയിൽ നിങ്ങൾ ഈ സന്തോഷ വാർത്ത കേൾപ്പിക്കാറില്ലേ? വന്ന പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും സ്വർഗത്തിന്റെ സമ്പത്ത് എടുക്കൂ. ഈ ലക്ഷ്മി നാരായണന്മാർ സ്വർഗത്തിന്റെ അധികാരികളല്ലേ?
പിന്നീടവർ എവിടെ പോയി? ഇതാരും മനസ്സിലാക്കുന്നില്ല. അതിനാലാണ് പറയുന്നത് രൂപം മനുഷ്യന്റെ, എന്നാൽ സ്വഭാവം കുരങ്ങിനെ പോലെയാണ് എന്ന്. ഇപ്പോൾ നിങ്ങളുടെ രൂപം മനുഷ്യന്റേതാണ്, സ്വഭാവം ദേവതയുടേതുപോലെ ആവുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും സർവഗുണസമ്പന്നരായി മാറുകയാണ്. പിന്നീട് മറ്റുള്ളവരെ കൊണ്ടും ഈ പുരുഷാർത്ഥം ചെയ്യിക്കണം. പ്രദർശനിയുടെ സേവനം വളരെ നല്ലതാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിന്റെ ബന്ധനം ഇല്ലാത്തത് ആർക്കാണോ, വാനപ്രസ്ഥിയാണ് അഥവാ വിധവയാണ്, കുമാരിമാരാണ് എങ്കിൽ അവർക്ക് സേവനം ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ട്. സേവനത്തിൽ മുഴുകണം. ഈ സമയം കല്യാണം കഴിക്കുന്നത് നഷ്ടമാണ്. വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ബാബ പറയുന്നു, ഈ മൃത്യുലോകം, പതീത ലോകം വിനാശമാവുകയാണ്. നിങ്ങൾക്ക് പാവനമായ ലോകത്തിലേക്ക് പോകണം. അതിനാൽ ഈ സേവനത്തിൽ മുഴുകണം. പ്രദർശനിക്ക് പിന്നാലെ പ്രദർശനികൾ നടത്തണം. സേവനയുക്തരായ കുട്ടികൾക്ക് സേവനത്തോട് നല്ല താൽപര്യമുണ്ട്. ഞാൻ ജോലി ഉപേക്ഷിക്കട്ടെ എന്ന് ചില കുട്ടികൾ ബാബയോട് ചോദിക്കാറുണ്ട്. ബാബ നോക്കും, യോഗ്യരാണെന്ന് കണ്ടാൽ സമ്മതം നൽകുന്നു. നന്നായി സേവനം ചെയ്യൂ. ഇങ്ങനെയുള്ള സന്തോഷ വാർത്ത എല്ലാവരെയും കേൾപ്പിക്കണം. ബാബ പറയുന്നു, വന്ന് തന്റെ രാജ്യഭാഗ്യം എടുക്കൂ. നിങ്ങൾ 5000 വർഷങ്ങൾക്ക് മുൻപും രാജ്യഭാഗ്യം എടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും എടുക്കൂ. എന്റെ നിർദ്ദേശത്തിലൂടെ നടക്കുക മാത്രം ചെയ്യൂ. നോക്കണം, എന്റെ ഉള്ളിൽ ഏത് അവഗുണമാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ ബാഡ്ജുകൾ ഉപയോഗിച്ച് വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കും. ഇത് ഒന്നാന്തരം വസ്തുവാണ്. വിലയില്ലാത്ത സാധനമാണ്. പക്ഷെ ഇതിലൂടെ എത്ര ഉയർന്ന പദവി നേടാൻ സാധിക്കും. മനുഷ്യർ പഠിക്കുന്നതിനുള്ള പുസ്തകങ്ങൾക്കായി എത്ര രൂപ ചിലവാക്കുന്നു. ഇവിടെ പുസ്തകത്തിന്റെ കാര്യമില്ല. കേവലം എല്ലാവരുടെയും കാതുകളിൽ ഈ സന്ദേശം നൽകണം. ഇതാണ് ബാബയുടെ സത്യമായ മന്ത്രം. ബാക്കിയെല്ലാവരും അസത്യമായ മന്ത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അസത്യമായ വസ്തുവിന് മൂല്യമുണ്ടാകുമോ? വജ്രത്തിനാണ് മൂല്യമുള്ളത്, അല്ലാതെ കല്ലിനല്ല. പാട്ടുണ്ടല്ലോ, ഓരോ വാക്കും ലക്ഷങ്ങളുടെ സമ്പത്താണെന്ന്. ഈ മഹിമ ഈ ജ്ഞാനത്തിനുള്ളതാണ്. ബാബ പറയുന്നു, ശാസ്ത്രങ്ങൾ അനേകമുണ്ട്. നിങ്ങൾ പകുതി കൽപ്പം പഠിച്ചു വന്നതാണ്. അതിൽ നിന്നും ഒന്നും ലഭിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനരത്നങ്ങൾ നൽകുകയാണ്. അവർ ശാസ്ത്രങ്ങളുടെ അധികാരമുള്ളവരാണ്. എന്നാൽ ബാബ ജ്ഞാനസാഗരമാണ്. ബാബയുടെ ഓരോ വാക്കുകളും ലക്ഷങ്ങൾ, കോടികൾ വിലയുള്ളതാണ്. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികളാവുന്നു. പോയി കോടാനുകോടി പതികളാകുന്നു. ഈ ജ്ഞാനത്തിന് തന്നെയാണ് മഹിമയുള്ളത്. അവർ ശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് ദരിദ്രരായി മാറി. അതിനാൽ ഇപ്പോൾ ഈ ജ്ഞാനരത്നങ്ങളുടെ ദാനവും ചെയ്യണം. ബാബ വളരെ സഹജയുക്തികൾ പറഞ്ഞു തരുന്നു. പറയൂ, തന്റെ ധർമ്മത്തെ മറന്ന് നിങ്ങൾ പുറത്ത് അലഞ്ഞു തിരിയുകയാണ്. നിങ്ങൾ ഭാരതവാസികളുടേത് ആദിസനാതന ദേവീദേവതാ ധർമ്മമായിരുന്നു. ആ ധർമ്മം എവിടെ പോയി? 84 ലക്ഷം യോനികൾ എന്ന് പറയുന്നതിനാൽ ബുദ്ധിയിൽ ഒന്നും ഇരിക്കുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതായിരുന്നു. പിന്നീട് 84 ജന്മങ്ങൾ എടുത്തു. ഈ ലക്ഷ്മി നാരായണന്മാർ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരല്ലേ? ഇപ്പോൾ ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരുമായി മാറിയിരിക്കുന്നു. മറ്റെല്ലാ ധർമ്മങ്ങളുമുണ്ട്. ഈ ആദി സനാതന ധർമ്മം മാത്രമില്ല. എപ്പോഴാണോ ഈ ധർമ്മം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. എത്ര സഹജമാണ്. ഇത് ബാബയും ദാതയുമാണ്.
പ്രജാപിത ബ്രഹ്മാവുണ്ടെങ്കിൽ തീർച്ചയായും അനേകം ബ്രഹ്മകുമാരന്മാരും കുമാരിമാരും ഉണ്ടാകും. ബാബ വന്ന് രാവണന്റെ ജയിലിൽ നിന്നും ശോകവാടികയിൽ നിന്നും മോചിപ്പിക്കുന്നു. ശോകവാടികയുടെ അർത്ഥവും ആരും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ഇത് ശോകത്തിന്റെ, ദുഃഖത്തിന്റെ ലോകമാണ്. അതാണ് സുഖത്തിന്റെ ലോകം. നിങ്ങൾ നിങ്ങളുടെ ശാന്തിയുടെ ലോകത്തെയും സുഖത്തിന്റെ ലോകത്തെയും ഓർമ്മിക്കുന്നു. നിരാകാരി ലോകം, അതായത് ഇൻകോർപ്പോറിയൽ വേൾഡ് എന്ന് പറയാറുണ്ടല്ലോ. ഇംഗ്ലീഷിലുള്ള വാക്ക് വളരെ നല്ലതാണ്. ഇംഗ്ലീഷ് ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ അനേകം ഭാഷകളായി. മനുഷ്യനൊന്നും മനസ്സിലാക്കുന്നില്ല. നിർഗുണ ബാലന്മാരുടെ സംഘടന എന്നിപ്പോൾ പറയാറുണ്ട്. നിർഗുണം അർത്ഥം ഒരു ഗുണവുമില്ല എന്നാണ്. ഇങ്ങനെയും സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു. നിർഗുണം എന്നതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. അർത്ഥമില്ലാത്ത പേര് വച്ചിരിക്കുന്നു. ഒരുപാട് സംഘടനകളുണ്ട്. ഭാരതത്തിൽ ഒരേയൊരു ആദി സനാതന ദേവീദേവതാ ധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യർ 5000 വർഷം എന്നതിന് പകരം കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്ന് എഴുതിവെച്ചു. അതിനാൽ നിങ്ങൾ എല്ലാവരെയും ഈ അജ്ഞാന അന്ധകാരത്തിൽ നിന്നും രക്ഷിക്കണം, സേവനം ചെയ്യണം. തീർച്ചയായും ഈ ഡ്രാമ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമാണ്. എങ്കിലും ശിവബാബയുടെ യജ്ഞത്തിൽ നിന്ന് കഴിക്കുകയും കുടിക്കുകയും ചെയ്തു. സേവനമൊന്നും ചെയ്തില്ല എങ്കിൽ വലം കൈയായ ധർമ്മരാജൻ തീർച്ചയായും ശിക്ഷ നൽകും. അതിനാലാണ് മുന്നറിയിപ്പ് നൽകുന്നത്. സേവനം ചെയ്യുന്നത് വളരെ സഹജമാണ്. സ്നേഹത്തോടെ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കൂ. ബാബയുടെ അടുത്തേക്ക് ചിലരുടെ വാർത്തകൾ എത്താറുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി, ഗംഗാഘട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞ്. അതിരാവിലെ ഉണർന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ധാർമ്മിക ബോധമുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് സഹജമാണ്. ഏറ്റവും നല്ലത് ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ സേവനം ചെയ്യുന്നതാണ്. ശരി, അവരെ അങ്ങനെയാക്കി മാറ്റിയത് ശിവബാബയാണ്. അതിനാൽ അവിടെയും ചെന്ന് മനസ്സിലാക്കി കൊടുക്കൂ. കാടിന് തീപിടിക്കും, ഇതെല്ലാം അവസാനിക്കും. പിന്നീട് നിങ്ങളുടെ പാർട്ടും പൂർത്തിയാകും. നിങ്ങൾ ചെന്ന് രാജകുലത്തിൽ ജന്മമെടുക്കും. എങ്ങനെയുള്ള പദവി ലഭിക്കും എന്നത് മുന്നോട്ടു പോകവേ മനസ്സിലാകും. ഡ്രാമയിലുള്ളത് ആദ്യം തന്നെ കേൾപ്പിക്കില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്ത് പദവി നേടുമെന്നത്. കൂടുതൽ ദാനപുണ്യങ്ങൾ ചെയ്യുന്നവർ രാജകുലത്തിൽ വരുമല്ലോ. രാജാക്കന്മാരുടെ പക്കൽ കൂടുതൽ ധനം ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ അവിനാശിയായ ജ്ഞാനരത്നങ്ങളുടെ ദാനമാണ് ചെയ്യുന്നത്. ഭാരതവാസികൾക്ക് വേണ്ടിയാണ് ഈ ജ്ഞാനം. പറയൂ, ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. പതീതത്തിൽ നിന്ന് പാവനമാക്കി മാറ്റുന്ന ബാബ വന്നിരിക്കുന്നു. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എത്ര സഹജമാണ്. എന്നാൽ ഇത്രയും തമോപ്രധാനമായ ബുദ്ധിയാണ്. അതിൽ ഒരു ധാരണയും ആവുന്നില്ല. വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. മൃഗങ്ങളും ഒരുപാട് തരത്തിലുണ്ട്. ചിലതിന് ക്രോധം കൂടുതലായിരിക്കും. ഓരോ മൃഗങ്ങളുടെയും സ്വഭാവം വേറെ വേറെയാണ്. പലതരം സ്വഭാവങ്ങളുണ്ടാകും ദുഃഖം നൽകാൻ. ദുഃഖം നൽകുന്ന ഏറ്റവും ആദ്യത്തെ വികാരം കാമകഠാര പ്രയോഗിക്കുന്നതാണ്. രാവണ രാജ്യത്തിൽ ഈ വികാരങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്. ബാബ ദിവസവും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. എത്ര നല്ല നല്ല പെൺകുട്ടികളാണ്. പാവങ്ങൾ തടവിലാണ്. അവരെയാണ് ബന്ധനസ്ഥർ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവർ ജ്ഞാനത്തിന്റെ സർവശ്രേഷ്ഠ സ്ഥിതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ ആർക്കും തടയാൻ സാധിക്കില്ല. എന്നാൽ മോഹത്തിന്റെ ചരട്
കൂടുതലാണ്. സന്യാസിമാർക്കും വീട് ഓർമ്മ വരും. വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ചരട് പൊട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മിത്രസംബന്ധികൾ എല്ലാവരെയും മറക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ പഴയ ലോകം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. ഈ ശരീരത്തെയും മറക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. പവിത്രമായി മാറണം. 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. ഇടയിൽ വെച്ച് ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ നാടകം പൂർത്തിയാവുകയാണ്. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. പാർട്ട് പൂർത്തിയായി. ബാബയെ വളരെയധികം ഓർമ്മിക്കണം എന്ന കാര്യത്തിൽ ഉത്കണ്ഠ ഉണ്ടായിരിക്കണം. ഓർമ്മയിലൂടെ വികർമ്മം വിനാശമാകും. വീട്ടിലേക്ക് പോകും. പിന്നീട് സുഖധാമത്തിലേക്ക് വരും. ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് ചിലർ കരുതാറുണ്ട്. പക്ഷെ എവിടേക്ക് പോകും? ആദ്യം ഉയർന്ന പദവി നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുകയല്ലേ വേണ്ടത്? ആദ്യം തന്റെ നാഡി പരിശോധിക്കണം. ഞാൻ എത്രത്തോളം യോഗ്യനായി മാറി? സ്വർഗത്തിൽ ചെന്ന് എന്ത് ചെയ്യും? ആദ്യം യോഗ്യരായി മാറേണ്ടേ? ബാബയുടെ സൽപുത്രനായി മാറണം. ഈ ലക്ഷ്മി നാരായണന്മാർ യോഗ്യരായ സൽപുത്രരായിരുന്നല്ലോ. കുട്ടികളെ കണ്ട് ഭഗവാനും പറയുന്നു, ഇവർ വളരെ നല്ലതാണ്, സേവനത്തിന് യോഗ്യരാണ്. ചിലരെക്കുറിച്ച് ഇവർ യോഗ്യരല്ല എന്ന് പറയും. വെറുതെ തന്റെ പദവി ഭ്രഷ്ടമാക്കുന്നു. ബാബ സത്യമല്ലേ പറയുന്നത്? പതീത പാവന വരൂ, വന്ന് സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുമുണ്ട്. അളവില്ലാത്തത്ര സുഖം ആവശ്യപ്പെടുന്നില്ലേ? അതിനാൽ ബാബ പറയുന്നു, കുറച്ചെന്തെങ്കിലും സേവനം ചെയ്യുന്ന തരത്തിലെങ്കിലും യോഗ്യരായി മാറൂ. ആരാണോ എന്റെ ഭക്തർ അവരെ ഈ സന്തോഷ വാർത്ത കേൾപ്പിക്കൂ. അതായത് ഇപ്പോൾ ശിവബാബ സമ്പത്ത് നൽകുകയാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഒപ്പം പവിത്രമായി മാറൂ. എങ്കിൽ പവിത്രമായ ലോകത്തിന്റെ അധികാരിയായി മാറും. ഈ പഴയ ലോകത്തിന് തീ പിടിക്കുകയാണ്. മുന്നിൽ ലക്ഷ്യം കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടാകും. എനിക്കിതായി മാറണം. മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഇത് ഓർമ്മയുണ്ടാകണം. എങ്കിൽ ഒരു മോശമായ കർമ്മവും ഉണ്ടാകില്ല. ഞാൻ ഇതായി മാറുകയാണ്. പിന്നെ എങ്ങനെ മോശമായ കാര്യം ചെയ്യാൻ പറ്റും? എന്നാൽ ആരുടെയാണോ ഭാഗ്യത്തിലില്ലാത്തത് അവർ ഇങ്ങനെയുള്ള യുക്തികളൊന്നും രചിക്കുകയില്ല. തന്റെ സമ്പാദ്യം ഉണ്ടാക്കുകയില്ല. സമ്പാദ്യം എത്ര നല്ലതാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എല്ലാവർക്കും തന്റെ സമ്പാദ്യം ഉണ്ടാക്കണം. മാത്രമല്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയും വേണം. വീട്ടിലിരുന്ന് ഈ സ്വദർശന ചക്രം കറക്കൂ. മറ്റുള്ളവരെയും സ്വദർശന ചക്രധാരിയാക്കി മാറ്റണം. എത്രത്തോളം മറ്റുള്ളവരെ ആക്കി മാറ്റുന്നുവോ അത്രത്തോളം തന്റെ പദവി ഉയരും. ഈ ലക്ഷ്മി നാരായണനെ പോലെ ആയി മാറാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഇതാണ്. എല്ലാവരും കൈ ഉയർത്തുന്നതും സൂര്യവംശിയാവണം എന്ന് പറഞ്ഞാണ്. ഈ ചിത്രവും പ്രദർശനിയിൽ വളരെയധികം ഉപയോഗത്തിൽ വരും. ഇതുപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കണം. നമ്മെ ഉയർന്നതിലും ഉയർന്ന ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതാണ് നമ്മൾ കേൾക്കുന്നത്. ഭക്തി മാർഗത്തിലെ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഈ ചിത്രം വളരെ നല്ല വസ്തുവാണ്. ഇതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1.
ഞാൻ എത്രത്തോളം യോഗ്യനായി മാറി എന്ന് തന്റെ നാഡി പരിശോധിക്കണം. യോഗ്യരായി മാറി സേവനത്തിന്റെ തെളിവ് നൽകണം. ജ്ഞാനത്തിന്റെ സർവശ്രേഷ്ഠ സ്ഥിതിയിൽ എത്തി ബന്ധനമുക്തരായി മാറണം. 2. ഒരേ ഒരു ബാബയുടെ ശ്രീമതത്തിലൂടെ നടന്ന് ഉള്ളിലെ അവഗുണങ്ങൾ ഇല്ലാതാക്കണം. ദുഃഖം നൽകുന്ന സ്വഭാവം ഉപേക്ഷിച്ച് സുഖദായിയായി മാറണം. ജ്ഞാനരത്നങ്ങൾ ദാനം ചെയ്യണം. വരദാനം: പരീക്ഷകളിലും പ്രശ്നങ്ങളിലും വാടിപ്പോകുന്നതിനു പകരം മനോരഞ്ജനത്തിന്റെ അനുഭവം ചെയ്യുന്ന സദാ വിജയിയായി ഭവിക്കട്ടെ. ഈ പുരുഷാർത്ഥി ജീവിതത്തിൽ ഡ്രാമയനുസരിച്ച് പ്രശ്നങ്ങളും പരീക്ഷകളും വരിക തന്നെ വേണം. ജന്മമെടുത്തപ്പോൾ തന്നെ മുന്നോട്ട് ഉയരാനുള്ള ലക്ഷ്യം വയ്ക്കുക അർത്ഥം പരീക്ഷകളെയും പ്രശ്നങ്ങളെയും ആഹ്വാനം ചെയ്യുക എന്നാണ്. വഴിയാത്ര ചെയ്യണം, പക്ഷെ വഴിയിൽ പാർശ്വദൃശ്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതെങ്ങനെ സാധ്യമാകും? എന്നാൽ ആ ദൃശ്യങ്ങളെ മറികടക്കുന്നതിനു പകരം അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ മുഴുകുകയാണെങ്കിൽ ബാബയുടെ കണക്ഷൻ ലൂസായി പോകുന്നു. മാത്രമല്ല, മനോരഞ്ജനത്തിന് പകരം മനസ്സിനെ വാടാൻ വിടുന്നു. അതിനാൽ ആഹാ വഴിയോര കാഴ്ചകൾ ആഹാ എന്ന ഗീതം പാടി മുന്നേറൂ. അതായത് സദാ വിജയീഭാവയുടെ വരദാനി ആകൂ. സ്ലോഗൻ: മര്യാദകൾക്കുള്ളിൽ നടക്കുക അർത്ഥം മര്യാദാ പുരുഷോത്തമരാകുക. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ. ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. ഏകാന്തവാസി അർത്ഥം അനുഭവി മൂർത്തി. വർത്തമാന സമയമനുസരിച്ച് ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയുടെ സമീപത്താണ്. വാനപ്രസ്ഥി പാവകളിയൊന്നും കളിക്കാറില്ല. അവർ ഏകാന്തതയിലും ഓർമ്മയിലുമാണ് ഇരിക്കുക. അതിനാൽ താങ്കൾ എല്ലാ പരിധിയില്ലാത്ത വാനപ്രസ്ഥികളും ഒന്നിന്റെ അന്ത്യത്തിൽ, അതായത് നിരന്തരം ഏകാന്തതയിൽ സദാ സ്മൃതി സ്വരൂപരായിരിക്കൂ. ഇതാണ് പരിധിയില്ലാത്ത വാനപ്രസ്ഥി സ്ഥിതി. ഓം ശാന്തി.